I know I have my moments, and at times I'm hard to be around. I get impatient when you're getting dressed. It's just, I thought the first one looked the best. You're beautiful, more than I deserve. So listen close to these 1, 2, 3, 4 words. So please keep loving me, because our hearts speak fluently. Wherever I go, whatever I do, the map on my heart leads to you. So baby, please keep loving me, loving me, loving me, yeah. Your lips on my smile. ഞാനിങ്ങനെ ചാവറ മാട്രിമോണിയിലാണ് ഇട്ടത്. അപ്പം കുറേ ആൾക്കാരിങ്ങനെ വന്നു, ഇൻട്രസ്റ്റ് ഇടുന്നു, നോക്കുന്നു. അങ്ങനെ രഞ്ജനയ്ക്ക് ഇൻട്രസ്റ്റ് ഇട്ടപ്പോൾ രഞ്ജനയുടെ ഇൻട്രസ്റ്റ് കണക്റ്റായി. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ വന്ന് പെണ്ണ് കാണാനാണ് പറഞ്ഞത്. അങ്ങനെ ഏറ്റവും അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നേരെ രഞ്ജന ഉള്ളിടത്തോട്ട് പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ സംഭവം ഭയങ്കര കോമഡി ആയിരുന്നു. കൈവറയും പരിപാടിയൊക്കെ ആയിട്ടാണ് എല്ലാം നടന്നത്. പിന്നെ കുറേ നാളിന് ശേഷം പിന്നെ ഒരു 2-3 മാസം സംസാരിച്ച് 4-5 മാസം സംസാരിച്ച് കഴിഞ്ഞാണ് പിന്നെ പുള്ളിക്കാരിനെ നേരിട്ട് കാണുന്നത്. പിന്നെ അങ്ങനെ സംസാരിച്ച് ആളായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായി. അങ്ങനെ ഇവിടം വരെ എത്തി കാര്യങ്ങൾ. ടെൻഷനേക്കാളും കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നുന്നത്. ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് അങ്ങനെ വന്ന ഒരു ദിവസം പെട്ടെന്ന് വന്നതുപോലെ തോന്നി. കാത്തിരുന്നപ്പോൾ ഒത്തിരി താമസമുണ്ട്, എന്നെത്തും എന്ന് വിചാരിച്ച് ഇപ്പം പെട്ടെന്ന് വന്നത് പോലെയായി. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ദിവസത്തിന് വേണ്ടിയിട്ട്. ഹോപ്പ്ഫുള്ളാണ്. പേരൻസ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു മാട്രിമോണി, ഇങ്ങനൊരു അലയൻസ് വന്നതിലും എല്ലാം ഇതുവരെ വന്ന് എത്തിയതിലും എല്ലാം പേരൻസ് ഭയങ്കര ഹാപ്പിയാണ്. അവരെപ്പോഴും ഭയങ്കര സന്തോഷത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പറയുന്നത്. അവർക്കും രഞ്ജനനെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അന്വേഷിക്കുകയും എല്ലാം ഇവിടെ ഒരു ദിവസം വിളിച്ചില്ലേലും എന്ത് എന്നൊക്കെ അന്വേഷിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യും. ചേട്ടൻ ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു 5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. കുഞ്ഞുനാളിൽ എപ്പോഴും അടിയും പിടിയും വഴക്കൊക്കെയാണ്. ഇപ്പോഴാണ് ആക്ച്വലി ഒന്നിങ്ങനെ ക്ലോസ് ആയിട്ട് ഇതൊക്കെ വരുന്നത്. ഇപ്പം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവന്റെ കല്യാണമാണ്. വെരി ഹാപ്പി ഫോർ ദം ബോത്ത്. രഞ്ജന ചേച്ചി അടിപൊളിയാണ്, ചേട്ടനും അടിപൊളിയാണ്. കല്യാണവും അടിപൊളിയായിട്ട് നടന്നു. വിചാരിച്ചേക്കാളും അടിപൊളിയായിട്ട് കസിൻസ് ഒക്കെ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിക്കാൻ പറ്റി. സോ എൻ്റെ പേരൻസ് ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾ മോസ്റ്റ്ലി അടിപൊളിയായിരുന്നു. പിന്നെ സ്നേഹമുണ്ട് എപ്പോഴും. വി ഹാഡ് അവർ ഈച്ച് അതേഴ്സ് ബാക്ക് ഓൾ ദ ടൈം. പക്ഷെ എപ്പോഴും അടിപൊളിയാണെങ്കിലും ഇപ്പോഴും ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുറ്റം പോയി അമ്മയപ്പനോടും പറയാം. അതായിരുന്നു ചെറിയ നാളത്തെ എന്റെ സ്വഭാവം. ഇപ്പൊ ഞാൻ മാറിയിരിക്കണം. ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ്. ചേച്ചി എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഏട്ടത്തിയമ്മയായിട്ട് തോന്നില്ല. എനിക്കൊരു സ്വന്തം ഒരു ചേച്ചി പോലെ ആയിട്ട് തന്നെയാ തോന്നുന്നത്. നല്ലൊരു ബോണ്ടിങ് ആണ്. പാവം ചേച്ചിയാണ്. ചേട്ടനും പറ്റണ പോലത്തെ ഒരു പാർട്ട്ണർ തന്നെയാണ് കിട്ടിയേക്കുന്നത്. സോ എനിക്കങ്ങനെ വേറെ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. എനിക്കൊരു ചേച്ചി വന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നണത്. കല്യാണം അടിപൊളിയായിരുന്നു. വിചാരിച്ചേക്കാളും അടിപൊളിയാക്കി. എല്ലാവരും കസിൻസ് ഒക്കെ വന്ന് എല്ലാരും ഡാൻസ് കളിച്ചു. അത് അമ്മമാരും ഡാൻസ് കളിച്ചു. അപ്പം എല്ലാരും കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് തന്നെ കല്യാണം നടത്തി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ചെറുക്കനും പെണ്ണിനും എന്ത് ഉപദേശം, എന്നെക്കാളും മൂത്താണല്ലോ. അപ്പൊ ഞാൻ നന്നായിട്ട് സ്നേഹത്തോടെ പോവുക. അടിയും പിടിയും എല്ലാ കുടുംബജീവിതത്തിലുള്ളതാണല്ലോ. അതൊക്കെ അങ്ങ് ഒരു ഫണ്ണായിട്ട് എടുക്കുക. അവര് നല്ലൊരു ബോണ്ടായിട്ട് തന്നെ പൊക്കോളും എനിക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. സാവിയയ്ക്കും രഞ്ജനയ്ക്കും ഹാപ്പി വെഡിങ് വിഷസ്. സാവിയ ഒരു വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, വിച്ച് ഇസ് എക്സാക്ട്ലി വാട്ട് രഞ്ജന വാണ്ട്സ്. രഞ്ജന നേരെ ഓപ്പോസിറ്റ് ആണ്. ആളൊരു ഒരുപാട് വർത്താനം പറയുന്ന, അങ്ങനെ ഭയങ്കര ജോളി ടൈപ്പ് ആയിട്ടുള്ള ഒരാളാണ്. ഫിലിമി ഡ്രമാറ്റിക് ആളാണ്. അപ്പൊ ആളിങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനും ഒരു എന്താ പറയുന്നത്, അത് ലിസൺ ചെയ്യാനും പ്രവർത്തിക്കാനും സാവിയന് അറിയാം. വളരെ കറക്റ്റാണ് അവള് സ്റ്റേജിൽ പറഞ്ഞത്. അതിന് പറ്റിയ ആളെയാണ് സാവിയയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്. ചേട്ടനും രഞ്ജന ചേച്ചിക്കും ഒരു വിഷസ് പറയട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ സാവിയോ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാവിയോ എന്ന് വിളിക്കുന്നത് ഭയങ്കര ബോറാണ്. ഞാൻ മോനു എന്ന് വിളിച്ചിട്ടുള്ളത്. ലൈക്ക് ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കാറ് എപ്പോഴും.
മോനു ഷോണു പേരാണ്. അപ്പം മോനു ആദ്യത്തെ ഞങ്ങളുടെ ഫാമിലിയിലെ തലമുറയിലെ ഫസ്റ്റ് മോനാണ്. സോ ഭയങ്കര അവൈറ്റഡ് ആയിട്ടുള്ള ഒരു മാരേജ് കൂടെയാണ്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് വേണ്ടി. ഒരു ഐഡിയൽ കപ്പിൾ തന്നെയാണ് അവര്, സാവി ചേട്ടനും രഞ്ജന ചേച്ചിയും. പിന്നെ എന്താ ചെറുതല തുടങ്ങി ഞങ്ങൾ വളർത്തിയത് കൊണ്ട് അത് എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അവൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഹരമാണ് അവൻ. ആന്റിക്ക് തിരിച്ച് വർക്കിന് പോകേണ്ടി വന്നു. അപ്പം അമ്മ വീട്ടിലായിരുന്നു മോനു. അപ്പം അമ്മച്ചിയും അമ്മയൊക്കെ ആയിരുന്നു വളർത്തിയത്. അപ്പൊ അങ്ങനെ ഭയങ്കര ലൈക്ക് ഫസ്റ്റ് മോൻ എന്ന് പറയുന്നത് എപ്പോഴും മോനു ആണ് ഞങ്ങളുടെ ഫാമിലിയിൽ. ലൈക്ക് കസിൻസ് ആണെങ്കിലും എന്താ പറയുക എൽഡർ സൺ അവൻ തന്നെയാണ്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. എന്താ ഞാൻ പറഞ്ഞ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു ഞങ്ങൾക്ക്. കസിൻസിനാണെങ്കിലും പിന്നെ കുറെ കസിൻസിനൊന്നും വരാൻ പറ്റിയില്ല. അതിന്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. ഞങ്ങളാകെ കുറച്ച് പേരേ ഉള്ളൂ. അതിന് ചെറിയൊരു സങ്കടമുണ്ട്. എന്നാലും ദ മച്ച് അവൈറ്റഡ് മാരേജ് എന്നൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ അമ്മയുടെ സൈഡില് ആദ്യത്തെ മാരേജ് ആണ്. അപ്പം ഭയങ്കര സന്തോഷം. രഞ്ജന ചേച്ചീനെ ഞങ്ങൾ ഫാമിലിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ടു അവർ ഫാമിലി. ഞങ്ങളുടെ മോൻ്റെ കല്യാണം ദൈവാനുഗ്രഹത്താൽ ഇന്ന് നടന്നു. വളരെ ഒരുക്കങ്ങളോടുകൂടി എല്ലാം ദൈവം നന്നായി നടത്തി തന്നു. നല്ലൊരു മോളെ ഞങ്ങൾക്ക് തന്നു. മുന്നോട്ടും നല്ല രീതിയിൽ പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രഞ്ജന പറഞ്ഞതുപോലെ തന്നെ എന്തും കേട്ടിരിക്കാനുള്ള ഒരു മനസ്സവനുണ്ട്, ഒരു സ്നേഹമുള്ള മനസ്സവനുണ്ട്. അവന് സ്നേഹമാണ് ആവശ്യം. അത് രഞ്ജന കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പരസ്പര സ്നേഹത്തോടെ തന്നെ ജീവിക്കട്ടെ. അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര കംഫർട്ടിങ് ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അധികം ആരോടും അങ്ങനെ മിണ്ടാറില്ല, കണക്ഷൻ വരാറില്ല. പക്ഷെ പൊന്നിനോട് മിണ്ടി തുടങ്ങിയപ്പോഴേ ഫസ്റ്റ് കോളിൽ തന്നെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങ് സംസാരിച്ച് പോവായിരുന്നു. ഡെയിലി എല്ലാം മിണ്ടും, ഡെയിലി ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ അത് ഭയങ്കര കംഫർട്ടിങ് ക്യാരക്ടറാണ്. ഭയങ്കര കെയറിങ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലും അന്വേഷിക്കും. അങ്ങനെ എല്ലാം ഇവിടെ വന്നെത്തി. അതൊക്കെ ചുമ്മാട്ടോ. ഈ തിരിച്ചാണ് ഏറ്റവും കൂടുതൽ കെയറിംഗ് എന്ന് പറയാ. ഇങ്ങോട്ടും ഇങ്ങനെ ചുമ്മാ പൂഴ്ത്തിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റത്തെ ഒരു ഇംപ്രഷൻ എന്ന് പറയാൻ എന്താണെന്നറിയോ, ഞാൻ ആളധികം സംസാരിക്കില്ല. ആൾക്ക് കൂടുതലും കേൾക്കാനാണ് ഇഷ്ടം. ഞാൻ ഈ കിടന്ന് കലകലകലകലാ സംസാരിക്കും, കുറേ നിറച്ച് സംസാരിക്കും. ആളിങ്ങനെ കേട്ടോണ്ടിരിക്കും. അതെ. ഇപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ വീട്ടുകാരായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോ പോലും ഒരു മുട്ടുസൂചി ഇട്ട് അറിയുന്ന അത്രയും സൈലൻസ് ആണ് വീട്ടില്. ഈ ഞാൻ മാത്രം. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തെ, നിങ്ങൾ ആരും ഒന്നും മിണ്ടൂലേ? ഭയങ്കര ഇൻട്രോവേർട്ട് ഫാമിലി. അതിലേക്ക് ഞാനൊരു ബോംബ് കയറി ചെല്ലുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കാന്ന് ആർക്കും അറിയാൻ പാടില്ല. എന്തായാലും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ടും ഓസ്ട്രേലിയയിൽ പോയതിനൊക്കെ ശേഷമാണെങ്കിലും നാട്ടിൽ വെച്ചിട്ട് ഭയങ്കര ഓളമായിട്ടും എൻജോയ് ചെയ്തൊക്കെ നടന്നിട്ട് ഓസ്ട്രേലിയയിൽ ചെന്ന് അങ്ങനെ വലിയ ജോളിയൊന്നും ഇല്ലായിരുന്നു, ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ലോൺലി ലൈഫ്. ഇവൻ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ലോൺലിനെസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ടൈമും സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിനും വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നിന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു. പിന്നെ ഫാമിലി ഇങ്ങനെ പറഞ്ഞ സമയമായി കല്യാണം കഴിക്കണം, അങ്ങനെ ചേച്ചി ചാവറ മാട്രിമോണിയിലൊക്കെ ഇടുവോ. എനിക്ക് അപ്പോഴും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ പറയുമല്ലോ, ദൈവം നമുക്കായിട്ട് ഒരാളെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, അത് സമയമാകുമ്പോൾ വരും എന്ന് പറഞ്ഞ പോലെയാണ് സാവിയോടെ ഇൻട്രോയും കാര്യങ്ങളും. പക്ഷെ ആഫ്റ്റർ മീറ്റിംഗ് ഹിം ഐ ഫെൽറ്റ് സോ സേഫ്. ഞാൻ കുറേ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാവിയോയിലുണ്ട്. സാവിയോ ത്രൂ എനിക്കത് കിട്ടുന്നുണ്ട്. ഞാൻ ഭയങ്കര സേഫാണ്. എന്നെ നല്ലോണം നോക്കും. എനിക്ക് എന്ത് വേണമെങ്കിലും വന്ന് പറയാം. I feel so complete. And I love you so much. I too love you so much. I love you always and forever. I too love you always and forever. We've walked through moments hard to see, learned what love was meant to be. Not just the laughter but the tears have built this bond through all these years. Two hearts, one promise made, to love, to trust.
trust, come what may. Through every storm and brighter day, two hearts, one promise made. We've learned that love is more than words. It's grace in motion, hope that stirs. When dreams fall short or fears arise, we find our strength in sacrifice. Two hearts, one promise made. To love, to trust, come what may. Through every storm and brighter days, two hearts, one promise made. When we can't see the road ahead, we'll hold to every word God said. This vow we make will always stay, because His love will light our way. Two hearts, one promise made. Forever joined, our lives displayed, with faith and love that will not fade. Two hearts, one promise made. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാനിടയാക്കരുതേ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാതാവായ ജീവിതത്തിന് അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ സായുച്ചേട്ടനെയും രഞ്ജന ചേച്ചിയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച് മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, സകല മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നു, എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്റെ വീടിന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വീശുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നീ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. അത്യുന്നതനിൽ വാസമർപ്പിച്ചു, നിനക്കൊരു തിന്മയും സംഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. നിന്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവരെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Another hour just slipped away.
It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run? Second our second chance wasn't gone. What if you were the one? What if I wasn't done loving you? I walk through seasons, search through every space, a silent longing for a missing grace, that in His perfect timing, clear as morning light, He led my heart to you, my love, making all things right. Now we stand together, promise strong and true. Every step a path ordained that led my heart to you. God made you for me, a gift beyond compare, an answer to a prayer suspended in the air. Every smile and every touch, a purpose understood. He knew exactly where our souls forever stood. A love divinely planned, a bond that won't give way. He made you just for me, for this very day. My heart, it recognized the moment our eyes met, a piece of knowing I could never forget. Through every shared dream and every gentle sign, I see His wisdom in this love of mine. Now we stand together, a promise strong and true. Every step a path ordained that led my heart to you. God made you for me, a gift beyond compare, an answer to a prayer suspended in the air. Every smile and every touch, a purpose understood. He knew exactly where our souls forever stood. A love divinely planned, a bond that won't give way.
God made you for me, a gift beyond compare, an answer to തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു പീഠം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകയണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സല്ലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും വർദ്ധിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാണ് ഘോഷിക്കുന്നു. നിങ്ങളുടെ വിവാഹത്താൽ ബദ്ധരായി ജീവിക്കാൻ ഈ ദാസനെ വിളിച്ചത് സ്വർഗീയ വരങ്ങളാലെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ ജീവിക്കുകയും കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി
ഈ കുദാശയോടെ കർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേക്കും. എന്റെ പുത്രനെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ ഗുരുതരത്തെ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകമായ സഭയെ സന്തോഷിക്കുക. ബുദ്ധനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവരെ അനുഗമിക്കും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുളകൾ പോലെയുമായിരിക്കും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാധാനത്തോടുകൂടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ജീവിക്കുന്ന സത്യങ്ങളെ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ട് സകലത്തെയും നാഥനും സൃഷ്ടാവുമാകുന്ന പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. കടക്കുകയില്ല എന്നാൽ ചെയ്ത വിശുദ്ധ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാവിനേക്കും. ആമേൻ. മധുരസ്വരം ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ
സ്വർഗീയ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആ ശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും സർവരക്ഷീകരണങ്ങളും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ വരുത്താനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ സഹോദരരെ, പൗലോസ് എഫേസ്യർ സഭയ്ക്ക് ലേഖനം. എപ്പോഴും എല്ലാത്തിനും പ്രതിയും നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ. വിശുദ്ധാളാൽ നിങ്ങൾ പരസ്പരം പേരായിരിക്കുവാൻ. ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോട് എന്നതുപോലെ ആയിരിക്കുവാൻ. എന്നാൽ വിശ്വാസത്തോടെ സംസാരിക്കുന്നത് പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസാണ്. ഈശോ തന്നെ ശരീരത്തെ രക്ഷിക്കാൻ സഭ സഹായിക്കാൻ വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ വിശ്വാസത്തോടെ സ്നേഹിക്കുകയും അവളെ വൃത്തിയും തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തപോലെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ. അതിജലം കൊണ്ടുള്ള മാമോദീസ വഴി അവളെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ അവൻ മഹത്വപൂർണ്ണമായ സഭയെ കാര്യവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധിയും കലഗ്രഹീയമാകാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുവാൻ താൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പിതാവിനെ ആളമനപ്പെട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇതൊരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായുടെ സഭയോട് ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭാര്യയെ പോലെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു നിന്ന് പോയപ്പോ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും പറ്റും, എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോയോട് പറയുന്നത് എന്തായാലും അത് ശരിയും. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുണ്ടായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവനോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പത്തോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലും എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരാം. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ.
ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. ഈശോയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സാവിയുടെയും ജനസനയുടെയും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുകയായിരുന്നു. ഏകദേശം മാസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾ അതിനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കർത്താവിന്റെ അൽത്താരയിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതമാകുന്ന അൽത്താരയിൽ അവര് ബലിയർപ്പിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗം പറയാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ ഇതുവരെ കല്യാണത്തിന് പ്രസംഗിച്ചിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു മലയാള സിനിമയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്ന് പറയും. എനിക്കത് നന്നായിട്ട് അറിയാം, നമുക്കും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അച്ഛനോട് പറഞ്ഞു, പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ പറയണം എന്ന് പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചില്ല. സ്നേഹമുള്ളവരെ, വിവാഹം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണ്. പക്ഷെ അത് രണ്ട് കുടുംബങ്ങൾ തമ്മില്, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സമൂഹ ജീവിതത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. നല്ല കുടുംബ ജീവിതം നയിക്കുന്ന ആളുകൾക്കെങ്കിൽ മാത്രമാണ് നല്ല സമൂഹങ്ങൾ രൂപപ്പെടാനായിട്ട് സാധ്യതയുള്ളൂ. രഞ്ജന ജനിച്ചു വളർന്നത് എറണാകുളം ഭഗവാനി രൂപതയിലാണ്. സാധ്യത ജനിച്ചു വളർന്നത് പ്രശസ്തമായ പാല രൂപതയിലാണ്. ആരാധനാക്രമത്തില് വ്യത്യാസമുണ്ട്. എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തിരശ്ശീലൊന്നുമില്ല, ജനാധിപത്യ കുർബാനകളൊക്കെയാണ് അർപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. സുവിശേഷത്തിന് മുമ്പുള്ള ഗാനം ആലോചിച്ചത് സുറിയാനിയിലാണ്. എറണാകുളം രൂപതയിൽ നമുക്കങ്ങനെ സുറിയാനിയിൽ കേൾക്കാനായിട്ട് പറ്റില്ല. അത് ആരാധനാക്രമത്തിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തില്, ഉപയോഗിക്കുന്ന സാധനങ്ങളില് എല്ലാത്തിനും വ്യത്യാസം കാണും. ഇപ്പോ പെപ്സോഡന്റ് എന്നുള്ള പേസ്റ്റ് ആണ് വ്യഞ്ജന ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ക്ലോസപ്പ് എന്നുള്ള പേസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. പക്ഷെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെ അത് വലിയ പ്രശ്നങ്ങളല്ല. സ്നേഹമുള്ളവരെ, നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. എന്തിന്റെയോ 3-ാം ദിവസത്തില് ഒരു വിവാഹ വിരുന്ന് നടക്കുകയാണ്. അവിടെ യേശുവുണ്ട്, യേശുവിന്റെ അമ്മയുണ്ട്, അപ്പസ്തോലന്മാരുണ്ട്. ഓരോ വിവാഹത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. യേശുവിന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്, അപ്പസ്തോലന്മാരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട പുൽപ്പിൻ പറയുന്നത്, വിവാഹിതരാകാനായിട്ട് 3 പേരാണുള്ളത്. വരനുണ്ട്, വധുവുണ്ട്, അവരുടെ മധ്യയിൽ ക്രിസ്തുവുണ്ട്. ക്രിസ്തുവാണ് ഇവരെ യോജിപ്പിക്കുന്നത്. നമ്മള് ചിന്തിക്കും ഇത് മാനുഷികമായ ഒരു തിരഞ്ഞെടുപ്പാണ്. പക്ഷെ അനാദി മുതൽ ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ തോത്യത്തിന്റെ പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. സാറായി വിവാഹം കഴിയുമ്പോൾ കൊച്ചു തോത്യത്ത് പറയുന്നുണ്ട്, അനാദി മുതൽ ദൈവം എനിക്കായി തിരഞ്ഞെടുത്ത ആളെ ഞാൻ കണ്ടുപിടിയിരിക്കുന്നു. നമ്മൾ വിവാഹം ചെയ്തിരിക്കുന്നത് ജടിക അഭിലാഷത്താലല്ല, മറിച്ച് പരിശുദ്ധമായ പ്രേമത്താലാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പഴയ രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വിവാഹപ്രായമുള്ള മക്കൾക്ക് പറ്റിയ ഇണയെ തിരഞ്ഞെടുക്കാനായിട്ട് ഇസ്ഹാക്കിനെ വിവാഹപ്രായമായപ്പോൾ അബ്രാഹാം പറ്റിയ വധുവിനെ തിരഞ്ഞെടുക്കാനായിട്ട് വിടുന്നത് ഏറ്റവും മുതിർന്ന കാര്യസ്ഥനെയാണെന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ തിരഞ്ഞെടുപ്പിനപ്പുറത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് സാവ്യ എന്ന രഞ്ജന തിരിച്ചറിയുന്നിടത്ത്, രഞ്ജനയെ ദൈവം എനിക്ക് തന്ന സമ്മാനമാണെന്ന സാവ്യ തിരിച്ചറിയുന്നിടത്തൊക്കെയാണ് വിവാഹ ജീവിതം അതിന്റെ പരിശുദ്ധിയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈ വിവാഹ സദ്യ നടക്കുകയാണ്. അപ്പോൾ അവിടെ വീടിന്റെ കുറവ് വരുമ്പോൾ പരിശുദ്ധ അമ്മ എന്ന ഈശോയോട് പറഞ്ഞ് അത് പരിഹരിക്കുകയാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലെ തീർച്ചയായിട്ടും ആരംഭകാലത്ത് നിന്നുള്ള ഹണിമൂൺ എന്നാണ് പറയുക. അത് കൗതുകങ്ങളുടെ ഒരു കാലഘട്ടമാണ്.
പക്ഷെ അതിനുശേഷം പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടാവും. അതിനെ അതിജീവിക്കാനുള്ള കൃപ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരും. ജീവിതത്തിൽ നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് വിശുദ്ധിയുടെ, വിശ്വസ്തയുടെ, അനുസരണത്തിന്റെ ഒക്കെ കുറവുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ അമ്മയോട് നിങ്ങൾ പറയണം, അമ്മ നിങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കും. അപ്പോൾ സമയമായെങ്കിൽ പോലും അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദൈവം നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോവുക. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഉദാശ സ്വീകരിക്കുന്നതോ അത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കുടുംബ ജീവിതം വെല്ലുവിളികളുടേതാണ്. ഈ കാലഘട്ടത്തില് പ്രത്യേകിച്ചും നമ്മൾ ഓരോ വിവാഹ ജീവിതവും പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ഒഴുക്കത്തോടുകൂടി വലിയ ആഹ്വാനമായിട്ട് വലിയ ചെലവുകളിലൊക്കെ കുടുംബ ജീവിതം ആരംഭിക്കും. പക്ഷെ 3-4 മാസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓരോ ദിവസവും നമ്മൾ അതിനെ കുറിച്ച് കേൾക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് സാധിക്കേണ്ടത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണ്. വിവാഹ ജീവിതത്തിൽ ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ഈ കാമ്യമായ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഈ നല്ല നീര് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുകൊള്ളൂ. ജീവിതത്തിന്റെ അവസാനം വരെ നമ്മളിലുള്ള നല്ല കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാനായിട്ട്, നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടവരട്ടെ. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല കുടുംബ ജീവിതം നയിക്കാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ ഉദരമാരണമേ കരുണാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മഴവണ്ട സുഖവേണ്ടി സ്വർഗീയ മണവാളെങ്കിലും ഐക്യത്തിലും ജാഗ്രതയിലും നയിക്കുവാൻ അനുസരിച്ച് മാതൃകുടുംബം ജയിച്ച് സ്വർഗീയ പങ്കാലാകുവാൻ കാനയിലെ എല്ലാവരും തന്റെ സ്ഥലത്ത് ബന്ധുവരുമാരെയും അനുഗ്രഹിച്ചും ഷഹായെ എന്റെ സഹായത്തിൽ ആശ്രയിച്ചും ജീവിതം അനുഭവിച്ചും പ്രാർത്ഥനരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധനും സമർപ്പിക്കാം. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വം നിത്യകിരീടം നേടുവാൻ ഒരു അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുനാമത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവേ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരനെ, ഈ ഉദരമാർ ബഹുമന കുദാശയാൽ ബന്ധിതരാക്കാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരിവർത്തനത്തിന് പുരോഗതിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടെ ഓരോ പ്രാർത്ഥിക്കാം. ആദ്യ പുരുഷനെ ജീവിത സഖ്യങ്ങൾ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹകാലമേ ഞങ്ങൾ വാഴ്ത്തുന്നു. ആരാധനാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരിണമിച്ച് ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ശരീരമേ, പിതാവ് പരിശുദ്ധാത്മാവേ സർവേശ്വര എന്നേക്കും.
നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ രഞ്ജന എന്ന് വിളിക്കുന്ന എലിസബത്തിനെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. രഞ്ജന എന്ന് വിളിക്കുന്ന എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സാവ്യൻ എന്ന് വിളിക്കുന്ന ദേവസ്വി എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വളരെയേറെ ചേർത്ത് വയ്ക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസത്യവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവരമായി ആയിരിക്കുന്ന ഈ താലി ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടായ ക്ലേശങ്ങൾ സന്തോഷത്തോടും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായി കുറിച്ച് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന രാജ്ഞിമാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു.
ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ ആശീർവാദം സ്വീകരിക്കുവാൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഇപ്പോഴും നിങ്ങളുടെ ഭരണകാലം സുരക്ഷിതമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നല്ല മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സഹോദരരെ, സ്വർഗ്ഗദൂതരുടെ ദൈവത്തിന്റെ സ്വീകരിക്കുവാനും അവിടുത്തെ ചെയ്യുവാനും പിന്തുണയ്ക്കാൻ ക്ഷണിക്കുന്നു.
ഇവരുടെ കുടുംബജീവിതത്തിലെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർത്താക്കളെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമാകട്ടെ. വിവാഹം എന്ന ഉദാശിയാൽ നിരന്തരമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ സമർപ്പണത്തിലും അവർ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും മൃദുലവുമായ സ്ഥിതികളിലെ ദൈവത്തിൽ സമർപ്പിക്കാൻ ഈ ഉദാഹരണങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണമേ, അവിടുത്തെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുവനന്തപുരത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I prayed for someone true, and the Lord has given you. Your smile became my light, my blessing through the night. I prayed for love so near, and the Lord has brought you here. Your heart's the dream I know, my gift from heaven's glow. Hand in hand we'll walk forever, guided by His gentle grace. Love will stand, no storm can sever. Jesus holds this holy place. We'll laugh, We'll cry, we'll cry together hand in hand. through all His light His light. will shine. Your heart remains in mine. Hand in hand we'll walk forever, guided by His gentle grace. Love will grow, no storm can sever. Jesus holds this holy place. Every day, Every day I choose you. I choose you true. Every night, Every
above has made us one. Our forever has begun. Hand in hand we'll walk forever, guided by His gentle grace. Love will grow, no storm can sever. Jesus holds this holy place. Hand in hand in faith and love, blessed by heaven's grace above. You're my gift of love.
So, ladies and gentlemen, introducing before you the new couple in town, Mr. and Mrs. Savio. So, ladies and gentlemen, the much awaited moment of the day is finally here. Here we have a newly wedded couple looking absolutely gorgeous together. They അടിപൊളി ലുക്കില് നമ്മുടെ ചെക്കനും പെണ്ണും ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഒരുപാട് പേര് ഇവരെ വിഷ് ചെയ്യാനും ഗ്രീറ്റ് ചെയ്യാനും ബ്ലെസ് ചെയ്യാനും ആയിട്ടൊക്കെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി ഫോർ മേക്കിംഗ് ടൈം ഫോർ അവർ ഡിയറസ്റ്റ് കപ്പിൾ. ഇപ്പോ എന്താ പറയാ, ത്രൂ ദെയർ തിക് ആൻഡ് തിൻ, അപ്സ് ആൻഡ് ഡൗൺസ്, ഇനിയുള്ള ജീവിതത്തിൽ ഒരുമിച്ച് അങ്ങോട്ട് കൈപിടിച്ച് മുൻപോട്ട് പോയിക്കൊള്ളാമെന്നതേ പരസ്പരം കമ്മിറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാവിയോയ്ക്കും രഞ്ജനയ്ക്കും എല്ലാവിധ ആശംസകൾ ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് നേരാണ് കേട്ടോ. ഇപ്പോ നല്ല രസമുണ്ട് രണ്ടുപേരെയും കാണാൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ അവരെ എൻട്രി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദാറ്റ് യു ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കാണാനായിട്ട്. ഞാൻ എന്റെ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? നല്ല രസമല്ലേ? ഇറ്റ് ഫീൽസ് ലൈക്ക് മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ അല്ലെങ്കിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചേർന്ന് പോരട്ടെ ഒരു അടിപൊളി സ്ട്രോങ് പവർഫുൾ കൈയടി ഫോർ ദിസ് ബ്രാൻഡ് ന്യൂ കപ്പിൾ ഇൻ ടൗൺ. താങ്ക് യു സോ മച്ച്. ഇനി ഇവരെ രണ്ടുപേരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് ഇവരെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താനുണ്ട്. അതും ചെറിയ രീതിയിൽ നിന്നൊന്നുമല്ല, ഒരു മാസ് ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മളുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് ആണ് ഞങ്ങളുടെ ഇന്നത്തേക്ക് മാത്രം. ഓക്കെ, അപ്പോ ഞങ്ങളുടെ ഹീറോയും ഹീറോയിനും ആണ്. സോ ആദ്യം നമുക്ക് ആരെ പരിചയപ്പെടുത്തണം? ആരെ പരിചയപ്പെടുത്തല്ലേ? എനിക്കൊന്ന് ഹീറോയുടെ സൈഡിൽ നിന്നുള്ളവരാണ് ഇവിടെ കൂടുതൽ അല്ലേ? കൂടുതലും എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് സൈഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഗ്രൂപ്പ് സൈഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു നാട്ടിലേക്കും വീട്ടിലേക്കും ഒക്കെ പുതിയതായിട്ട് വരുന്ന നമ്മുടെ ഹീറോയിനെ തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. സോ എവറിബഡി ഫ്രം ഗ്രൂപ്പ് സൈഡ്, നിങ്ങളുടെ പുതിയ ഫാമിലി മെമ്പറിനെ വെൽക്കം ചെയ്യാണെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ആളുടെ പേര് പറയുന്ന ഒരു ക്ലാപ്പ് കൊടുക്കണം. റെഡി? സോ എവറിബഡി ഫ്രം ഗ്രൂപ്പ് സൈഡ്, നമ്മളുടെ ഹീറോയിന്റെ എൻട്രി നടക്കാൻ പോവാണ്. അപ്പൊ ഹീറോയിൻ, ഞാൻ പേര് പറയുമ്പോ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്ന് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹീറോയിൻ ഇവിടെ റെഡിയാണ് കേട്ടോ. സോ നമ്മൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. Here comes our most beautiful and prettiest bride ever, Ranjana Nelson. Thank you so much. അപ്പോ അതൊരു എനർജറ്റിക് വെൽക്കം ആയിരുന്നു കേട്ടോ ഫ്രം ഗ്രൂപ്പ് സൈഡ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, രഞ്ജന സാധാരണ പേരും വീട്ടുപേരും ഒക്കെ പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമുക്ക് പുതിയൊരു പദവി കിട്ടിയ ദിവസമാണ് അല്ലെ? ഇന്ന് ആരായിട്ട് പരിചയപ്പെടുത്തണം? Mrs. Savio, കേട്ടോ. അപ്പൊ the proud wife of Savio Sunny. She hails from the esteemed Kurishingal family, proud daughter of Mr. Nelson Francis and Mrs. Sonia Nelson, a loving sister to Remya Nelson, Reshmi Nelson and Glenn Sebastian Nelson. Ranjana began her academic journey with a bachelor's degree in French language and literature, followed by a diploma in community services. Driven by passion and compassion, she pursued her nursing education in Australia, and today she is serving as a dedicated nurse at Canberra Health Services, Australia. അവള് ഓസ്ട്രേലിയയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. That's about our heroine. ഇനി ഇവിടെ ചുള്ളനായിട്ട് അടിപൊളി ലുക്കില് ഇവിടെ നമ്മുടെ ഹീറോ നിൽപ്പുണ്ട്. സോ എവറിബഡി ഫ്രം റൈറ്റ് സൈഡ് റെഡി അല്ലേ ടു വെൽക്കം ദ ന്യൂവസ്റ്റ് ഫാമിലി മെമ്പർ? അങ്ങനെ സൈഡൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി കൈയടി കൊടുക്കാം. അപ്പൊ ഹീറോ ഞാൻ പേര് പറയുമ്പോ ഫ്രണ്ടിലേക്ക് വന്ന് ഒരു ഹായ് കൊടുക്കാം എല്ലാവർക്കും. യെസ്, നമ്മളുടെ ഹീറോ ഇവിടെ റെഡിയാണ്. Here comes our most handsome and charming groom ever, Mr. Savio Sunny. Thank you so much. സാവിയോയുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ സാവിയോ ആരായിട്ട് പരിചയപ്പെടുത്തണം? ഇന്ന് ഒഫീഷ്യലി ആരായിട്ട് പരിചയപ്പെടുത്തണം? സാവിയോ ആയിട്ട്. എന്നാലും ഹസ്ബൻഡ് ഓഫ് രഞ്ജന Nelson, beloved son of Mr. Sunny Devasya and Mrs. Shiny Sunny. He hails from the prestigious Mannanjairal family. He is a loving brother to Shono Sunny. Savio has built a strong academic and professional path
by completing his BBA and MBA and further specializing with a diploma in civil construction design in Australia, and currently he is working as a civil construction designer. That's about our hero. ഇനി എന്നാ വേണം? ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നിട്ട് ബോറടിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് ചോദിക്കാം. സാവിയോ, എന്നാണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. അപ്പൊ സാവിയോ, ഞാൻ രഞ്ജനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ സാവിയോ എന്നാ പറയും? കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആളാണ് രഞ്ജന. രഞ്ജന ചോദിക്കും ഞാനോ എന്നൊക്കെ ഇവിടെ നിന്ന് ചോദിക്കുന്നു. ഓക്കെ രഞ്ജന, ഓക്കെ രഞ്ജന, ഞാൻ തിരിച്ചു ചോദിക്കുവാണ്. നമ്മുടെ സാവിയോയില് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമല്ലോ. യാ, ഹീസ് മൈ മാൻ, ഹീസ് മൈ സോൾമേറ്റ് എന്നൊക്കെ തോന്നി, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഓൾ ദ ബോയ്സ് ഇൻ ദ വേൾഡ് വൈ സാവിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും രഞ്ജനയ്ക്ക് പറയാനുള്ളത്? ഭയങ്കര സപ്പോർട്ടീവ്, എല്ലാം ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. കുടുംബജീവിതത്തിൽ വലിയൊരു കാര്യമാണ് സാവിയോക്കുള്ളത് അല്ലെ, കേട്ടിരിക്കാൻ, ലിസണിങ്, ഭയങ്കര ലിസൺ ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. മൊത്തത്തിൽ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, കെയറിംഗ് ആണ് അല്ലെ. എല്ലാം അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ചിയർ ലീഡേഴ്സ് ആയിരിക്കുക, സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ആയിരിക്കുക. വിഷിംഗ് എ വെരി ഹാപ്പി ആൻഡ് ഫാബുലസ് ഫ്യൂച്ചർ ടുഗെദർ. So together they make a very perfect match and they are starting their beautiful future here. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഇവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇനി ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് പേര് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വിതൗട്ട് മച്ച് ഡിലേ അവരെയും കൂടി ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. അവരും കൂടെ വന്നാലേ ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ. മറ്റാരുമല്ല, 2 പേരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഐ എം ഹാപ്പിലി ടേക്കിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവൈറ്റ് ദ പ്രൗഡ് പേരന്റ്സ് ഓഫ് അവർ ഡിയറസ്റ്റ് സാവിയോ, മിസ്റ്റർ സണ്ണി ദേവസ്യ ആൻഡ് മിസ്സസ് ഷൈനി സണ്ണി ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് അങ്കിൾ ആന്റി കൈയൊക്കെ പിടിച്ച് ഒരുമിച്ച് കയറി വരാം കേട്ടോ. Savio's father has contributed his years of service at Ahalya Group of Companies in Kuwait, while his mother has served as a nurse under the Ministry of Health in Kuwait. Yeah, അപ്പോൾ the parents അടിപൊളി ലുക്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി whose turn it is? ആരുടെ ടേൺ ആണ്? ഉറപ്പായിട്ട് നമ്മുടെ രഞ്ജനയുടെ പേരൻസിന്റെ ടേൺ ആണ് അല്ലെ. സോ വിതൗട്ട് മച്ച് ഡിലേ നമ്മൾ എല്ലാവരും ചേർന്ന് വെൽക്കം ചെയ്യാണ് the wonderful parents of Ranjana, Mr. Nelson Francis and Mrs. Sonia Nelson on the stage. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം for the amazing parents. ഇവരുടെ ലൈഫിലെ ഹീറോയിനും ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ബിഹൈൻഡ് ദ സീൻസിലുള്ള ഹീറോ ആൻഡ് ഹീറോയിൻ, 2 സൈഡിലുള്ള പേരൻസ് ഇതാ ഇവിടെ. എനിക്ക് വയ്യ അവരുടെ ആ ഒരു, എനിക്ക് തോന്നുന്നു ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നിൽക്കുന്ന പോലെ തോന്നുന്നു അല്ലെ. They look so young, the cheer leaders of this union, backbone of this union എന്നൊക്കെ പറഞ്ഞവരിതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് രഞ്ജനയുടെ പേരൻസിനെ പറ്റി പറഞ്ഞില്ല. രഞ്ജന, the father is successfully running his own business and mother, she is the best cook, she is the best manager, best caretaker, അങ്ങനെ എല്ലാമാണ് വീട്ടിലെ. She is a devoted homemaker. That's about the proud parents. ഇനി whose turn it is? ആരെ വെൽക്കം ചെയ്യണ്ടേ? സിബ്ലിങ്സിനെ നമുക്ക് എന്ത് ടാഗ്ലൈൻ കൊടുക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. വാഴ 2 ഒക്കെ ഇറങ്ങി കഴിഞ്ഞ പിന്നെ സിബ്ലിങ്സിന് ഭയങ്കര ഡിമാൻഡാ അല്ലെ. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം, അവരില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പൊ 2 പേരുടെയും സിബ്ലിങ്സിനെയാണ് നമ്മൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സാവിയോയുടെ യങ്ങർ സിസ്റ്റർ ഷോനു സണ്ണി ഓൺ ദ സ്റ്റേജ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. Here comes a pretty lady. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. That's a lovely sari dear. നല്ല രസമുണ്ട്. And she is working as a nurse at Flinders Hospital, Australia. ഇനി നമ്മള് രഞ്ജനയുടെ സൈഡിൽ നിന്നാണ് വെൽക്കം ചെയ്യുന്നത്. എൽഡർ സിസ്റ്റർ ഓഫ് രഞ്ജന, രമ്യ നെൽസൺ, with her better half Alvin Napoli, along with their blessing Adam John Napoli onto the stage. നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു അമേസിംഗ് ഫാമിലിനെ വെൽക്കം ചെയ്യാണ്. Here comes the gorgeous sister of Ranjana, Ramya, along with her better half and their cutie. For Ramya, she is working as a residential manager at Baptist Care Australia
and her husband. He is the director of sales at Confidence Real Estate Australia. രണ്ടാമത്തെ elder sister Rashmi Nelson with her better half Mr. Thomas Varapilli along with their cuties Yona Thomas Varapilli and Noha Thomas Varapilli. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓ എനിക്ക് വയ്യ, സൂപ്പർ ആയിട്ടാണ് എല്ലാവരും ഒരേ ഡ്രസ്സിലൊക്കെയാണ് വന്നേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. Okay. So Rashmi, she works as a senior associate at Cognizant and her husband who is a businessman. ഇനി ഒരാളുകൂടെ ഉണ്ട്. എവിടെ പോയി? അവിടെ ഒരു ചുള്ളൻ ചെക്കൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. And here comes the younger brother of Ranjana, Glenn Sebastian Nelson, with his better half Jessica Jane onto the stage. So ഈ ഒരു കപ്പിളിന് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു അമേസിംഗ് കയ്യടി, ഒരു അടിപൊളി എനർജറ്റിക് കയ്യടി കൊടുത്തോണ്ട് വെൽക്കം ചെയ്യാണ്. Here comes younger brother of Ranjana with his better half. Okay, about Glenn, he is working as a nurse in Australia, and Jessica, she is also a nurse at Baptist Care Australia. That's about the whole family. The രണ്ട് സൈഡിലുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ബ്യൂട്ടിഫുൾ മൊമെന്റ്സിന് ഞങ്ങളെല്ലാം ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഒരൊറ്റ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ചേർന്ന് നിന്നു കേട്ടോ, ഒന്ന് ക്ലോസ് ആയിട്ട് നിന്നോ, കാരണം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ സന്തോഷം ഒറ്റ സെക്കൻഡ് നമുക്കൊന്ന് ഒപ്പിയെടുത്തിട്ട് മുൻപോട്ടേക്ക് പോകാം. ഫോട്ടോഗ്രാഫേഴ്സിനെ ഒന്ന് ചിരിച്ചൊന്ന് നോക്കിക്കോളൂ. Showers of blessings on our dearest Savio and Ranjana. Congratulations. So here comes the joining of two families. May this light guide you through each and every step of your journey, filling your lives with love and happiness. ഈ ഒരു ഫാമിലിയുടെ തന്നെ ടുഗദർനെസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലേ ഈ ഒരു ദീപത്തിലേക്ക്. ഇവരുടെ ലൈഫിന്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴും let us all wish that they are happy for what they created. ഇപ്പം സംതിങ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി what about something sweet അല്ലേ? സന്തോഷം വന്നിരിക്കണം, നമ്മൾ കേക്ക് കഴിക്കണം, അതാണ് അതിന്റെ ഒരു. അപ്പൊ കേക്ക് കട്ട് ചെയ്ത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ഉണ്ടോ കേട്ടോ, വലിയ പീസ് ആരാണോ കൊടുക്കുന്നത് അവർക്ക് ആണ് കൂടുതൽ സ്നേഹം. അറിയാലോ, മേക്കപ്പ് പോകും അല്ലേ, അതാണോ? ഓക്കെ, ശരിയാക്കി നമുക്കൊരു എങ്ങനെയാ ഒരു കൗണ്ട് പറയല്ലേ, എല്ലാരും ചേർന്ന് നിന്നോണേ. 3, 2, 1 and here we go. Wine toasting ceremony. That's a beautiful tradition that signifies the love and unbreakable bond between these souls. About രണ്ട് സൈഡിൽ നിന്നുള്ള സിബ്ലിംഗ്സ് ചേർന്ന് വെൽക്കം ടു ദ ഫാമിലി. രഞ്ജന ചേച്ചി, വെൽക്കം ടു ദ ഫാമിലി. അപ്പൊ അവരുടെ സിബ്ലിംഗ്സ് എല്ലാ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വൈൻ ഗ്ലാസ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഓഡിയൻസിന് നേരെ ഒന്ന് റേസ് ചെയ്യാം കേട്ടോ. ഓഡിയൻസിന് നേരെ നിങ്ങൾക്കൊന്ന് ഗ്ലാസ് റേസ് ചെയ്യാം. ഗ്ലാസ് റേസ് ചെയ്തോ, നമുക്ക് എല്ലാവരും കൂടെ ഒരു ചിയേഴ്സ് പറയണ്ടേ? സോ യെസ്, ഇനി റേസ് ചെയ്യാം. നമുക്ക് എല്ലാവരും കൂടെ ഒരു ചിയേഴ്സ് പറയണ്ടേ? ടു സാവിയോ, ടു രഞ്ജന ആൻഡ് ടു their happy married life. Cheers. They say the holy water's watered down, and this town's lost its faith. Our colors will fade eventually, so if our time is running out, day after day we'll make the mundane a masterpiece. Oh my, oh my love, I take one look at you, you're taking me out of the ordinary.
ordinary. I want you laying me down till we're dead and buried. On the edge of your knife, staying drunk on your ride. The angels up in the clouds are jealous knowing we found something so wild of the ordinary. You got me kissing the ground of your sanctuary. Shatter me with your touch, oh Lord, return me to dust. The angels up in the clouds are jealous knowing we found hopeless hallelujah on this side of heaven's gate. Oh, my life, how do ya breathe and take my breath away? At your altar I will pray. You're the sculptor, I'm the clay. Oh my, you're taking me out of the ordinary. I want you laying me down so we're dead and buried. On the edge of your knife, staying drunk on your vine. The angels up in the clouds are jealous knowing we found something so ordinary. You got me kissing the ground, sanctuary. Shatter me with your touch, oh Lord, return me to dust. The angels up in the clouds are jealous knowing we found something so heavenly, higher than ecstasy. Whenever you're next to me, oh my, what was in black and white until I saw your light. I thought you had to die to find something so out of the ordinary. How are you laying me down?
My darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands. Tonight I'll carry everyone. I'll be your hideaway, somewhere you can escape, a shelter where you'll be safe. Just slow down, catch your breath, come on and lay your head down next to mine. Build a world inside these walls where it's only you and I. I'll be your hideaway, somewhere you can escape. Thank you.
that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരും നോടി, പോരുമ്പം പൂക്കൊമ്പത്താടും നോടി, അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി. വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന്. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ. ലെവൻ പാടുന്നു, നീ പാടുപെടും. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ, ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ, ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. കേട്ടില്ലേ കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം. കണ്ടില്ലേ കണ്ടില്ലേ എന്റെ എട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുദ്രാരം. കരളിൽ തകിലടിച്ചു, നെഞ്ചിൽ ഉത്സവ മത്സരമായി ഉള്ളുത്തുടി തുടിച്ചു. വന്നല്ലോ കല്യാണം, അമ്മിളിച്ചങ്ങല കിണ്ണം, നിറഞ്ഞ വെണ്ണിയാവിൽ ചിരിമഴ നനയാൻ. വന്നല്ലോ കല്യാണം. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമയന്ന്. ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്ന നാൾവാട്ട്. സ്നേഹം വന്നാൽ മധുരത്തേന് തീരായി തൂവും വന്ദിച്ചാറ്. കോപം കൊണ്ടാൽ നഖമേ നൊന്താൽ വേറാരും വേണ്ടിയില്ലെന്മാര്. ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം.
മെമ്പേഴ്സിന്റെ അമ്മയും ഒക്കെ കൂടെയാണ്. ആൾക്കൊരു സർപ്രൈസ് ആയല്ലേ, പറഞ്ഞില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവരുടെ ഇൻട്രൊഡക്ഷന്റെ സമയത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. രണ്ടുപേരും നല്ല രസമായിട്ട് ഡാൻസ് കളിക്കുന്നവരും കൂടിയാണ് അല്ലെ. രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആണ്. സ്പോർട്ട് പെർഫോമൻസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല അല്ലെ. നേരത്തെ പഠിച്ച് കളിച്ചപ്പോൾ തന്നെയാണ് അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. താങ്ക് യു സോ മച്ച് ദ ഹോൾ ഫാമിലി ഫോർ ആഡിങ് സോ മച്ച് ജോയ് ടു ദ സെലിബ്രേഷൻ. ഇനി നിങ്ങളുടെ വിശേഷം ഗ്രീറ്റിംഗ്സ് ഒക്കെ ആക്കാൻ നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാം. സ്റ്റേജിലേക്ക് വരാം. They said nobody could walk on the moon, but now it's got footprints in it. They said we never would make it through, but we shattered all those limits. All my life, there's always been a fire inside. I've waited, now the time is right to reach for the stars, like the whole sky is ours. This only happens once in a lifetime. This only happens once in a lifetime. I've seen this moment only in my wildest dreams, and I can't believe it's happening to me. I can't believe it's happening to me. The ones who keep rising up through the pain, they'll be the record breakers. The ones who keep doing it their own way, they'll be the history makers. All my life, there's always been a fire inside. I waited, now the time is right to reach for the stars, like the whole sky is ours. This only happens once in a lifetime. This only happens once in a lifetime. I've seen this moment only in my wildest dreams, and I can't believe it's happening to me. I can't believe it's happening to me. This is it, this is it. It's everything that we've waited for. Take it in, take it in. It's everything that we've waited for. This is it, this is it. It's everything that we've waited for. Take it in, take it in. It's everything that we've waited for. This only happens once in a lifetime. This only happens once in a lifetime. I've seen this moment only in my wildest dreams.
ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ താരം നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേരേ അതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ധാരണ്ടേ ചുട്ടോരം ശീലുണ്ടേ അണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ കരുതേലെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നേ ചില്ലം ചില്ലാല was waiting, I was praying, holding on to what he said. In the silence, God was moving, writing love I hadn't met. I dreamed of someone strong and kind who loves the Lord more than I. You are my answered prayer, a quiet hope, a love prepared. You lead me closer to his heart. You've been his promise from the start. I waited long, but now you're here. You are my answered prayer.
I fall or lose my fight. You hold my hand and lift my eyes. You are my answered prayer, a quiet hope, a love prepared. You lead me closer to his heart. You've been his promise from the start. I waited long, but now you're here. You are my answered prayer. I was just praying for you. Now I'm praying with you. From whispered dreams to morning light, God brought us both in his time. You are my answered prayer, more than I knew was even there. We worship now, we grow in grace. Two hearts that seek his holy face. I waited long, but now you're near. You are my answered prayer. Oh, you are my answered prayer, more than I knew was even there. We worship now, we grow in grace. Two hearts that seek his holy face. I waited long, but now you're near. You are my answered prayer. കരുതില്ല പ്ലീസ് ഒന്ന് കരയോ ആണല്ലേ. Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time